കയ്യിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ മിക്ക മലയാളികളും പറയുന്ന ഉത്തരം ഇതായിരിക്കും: അതൊരു സമ്പാദ്യമല്ലേ, കാലാവധി കഴിയുമ്പോൾ പലിശ സഹിതം ഒരു വലിയ തുക തിരികെ കിട്ടുമല്ലോ എന്ന്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ 90% ആളുകളും ഇൻഷുറൻസിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഏതെങ്കിലും ഇൻഷുറൻസ് ഏജന്റോ സുഹൃത്തോ പറഞ്ഞിട്ടാകും പലരും ഈ പോളിസികൾ പോലും എടുത്തിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്: സാമ്പത്തിക ആസൂത്രണത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. ഇൻഷുറൻസിനെയും നിക്ഷേപത്തെയും കൂട്ടിക്കുഴയ്ക്കുന്നത് വഴി നിങ്ങളുടെ കുടുംബത്തിന് അർഹതപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ പരിരക്ഷയാണ് ഇല്ലാതാക്കുന്നത്. എന്താണ് ടേം ഇൻഷുറൻസും സാധാരണ എൻഡോമെന്റ് പോളിസികളും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ എത്ര രൂപയുടെ ഇൻഷുറൻസ് കാർ ആവശ്യമുണ്ട്? കൃത്യമായ കണക്കുകളോടെ നമുക്ക് പരിശോധിക്കാം. സാധാരണയായി നമ്മൾ എടുക്കുന്ന പണം തിരികെ ലഭിക്കുന്ന പോളിസികളെയാണ് എൻഡോമെന്റ് പോളിസികൾ അല്ലെങ്കിൽ മണി ബാക്ക് പോളിസികൾ എന്ന് വിളിക്കുന്നത്. ഇതൊരു ട്രാപ്പാണെന്ന് പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം കുറഞ്ഞ ഇൻഷുറൻസ് കവറാണ്. ഉദാഹരണത്തിന് 30 വയസ്സുള്ള ഒരാൾ വർഷത്തിൽ 50,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു എൻവോൾവ്മെന്റ് പോളിസി എടുത്തു എന്ന് കരുതുക. അയാൾക്ക് ലഭിക്കുന്ന പരമാവധി ഇൻഷുറൻസ് കവർ 10 ലക്ഷമോ 15 ലക്ഷമോ ആയിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബം നോക്കുന്ന ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് ജീവിക്കാൻ ഈ 10 ലക്ഷം രൂപ തികയുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം തീരെ കുറഞ്ഞ റിട്ടേൺസ് ആണ്. ഇനി 20 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് 15 അല്ലെങ്കിൽ 20 ലക്ഷം രൂപ തിരികെ കിട്ടിയാൽ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം വെറും 5% അല്ലെങ്കിൽ പരമാവധി 6% മാത്രമായിരിക്കും. ഇന്ത്യയിലെ പണപ്പെരുപ്പം 6%ആണെന്നിരിക്കെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പണം വളരുകയല്ല, തളരുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ടേം ഇൻഷുറൻസിന്റെ യഥാർത്ഥ പ്രസക്തി ഇരിക്കുന്നത്. എന്താണ് ടേം ഇൻഷുറൻസ്? വളരെ ലളിതമാണ്. നമ്മൾ കാറിനും ബൈക്കിനും ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെ വണ്ടിക്ക് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കിട്ടും. ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ അടച്ച പ്രീമിയം തിരികെ കിട്ടില്ല. ഇതേ തത്വം തന്നെയാണ് മനുഷ്യന്റെ ജീവനും ടേം ഇൻഷുറൻസിൽ നൽകുന്നത്. ജീവനൊരു റിസ്ക് വന്നാൽ കുടുംബത്തിന് വലിയൊരു തുക ലഭിക്കും. ഇതൊരു നഷ്ടമല്ലേ, അടച്ച പണം തിരികെ കിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്കായി സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഒരു റൂൾ ഉണ്ട്: ബൈ ടേം ആൻഡ് ഇൻവെസ്റ്റ് ദ റെസ്റ്റ്. അതായത് ടേം ഇൻഷുറൻസ് എടുക്കുക, ബാക്കി തുക നിക്ഷേപിക്കുക. ഒരു ചെറിയ കണക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ എൻഡോമെന്റ് പോളിസിക്ക് വർഷം 50,000 രൂപയാണ് നമ്മൾ അടച്ചിരുന്നത്. ഇൻഷുറൻസ് കവർ വെറും 10 ലക്ഷം രൂപ. ഇനി ഈ 50,000 രൂപയെ നമുക്ക് രണ്ടായി തിരിക്കാം. അതിൽ നിന്ന് വെറും 10,000 രൂപ കൊടുത്ത് നിങ്ങൾ 1 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് കവർ എടുക്കാം. ബാക്കി വരുന്ന 40,000 രൂപ, അതായത് മാസം ഏകദേശം 3,300 രൂപ ഒരു നല്ല നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലോ മ്യൂച്വൽ ഫണ്ടിലോ SIP ആയി നിക്ഷേപിക്കുക. 20 വർഷം കഴിയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ശരാശരി 12% റിട്ടേൺസ് ലഭിച്ചാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഏകദേശം 33 ലക്ഷം രൂപ സമ്പാദ്യമായി ഉണ്ടാകും. മറുവശത്ത് എൻഡോമെന്റ് പോളിസിയിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന വെറും 15 ലക്ഷം രൂപ മാത്രമാണ്. ഇതിനു പുറമെ ഈ 20 വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചാലും കുടുംബത്തിന് 1 കോടി രൂപയുടെ ഫുൾ പ്രൊട്ടക്ഷനും ടേം ഇൻഷുറൻസിലൂടെ ഉറപ്പാക്കാൻ കഴിയുന്നു. ഇതാണ് ശരിയായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: എനിക്ക് എത്ര രൂപയുടെ ടേം ഇൻഷുറൻസ് ആവശ്യമുണ്ട്? 1 കോടി വേണമോ 2 കോടി വേണമോ എന്ന് എങ്ങനെ തീരുമാനിക്കും? ഇതിനായി ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതിയാണ് ഹ്യൂമൻ ലൈഫ് വാല്യൂ അഥവാ മനുഷ്യജീവന്റെ സാമ്പത്തിക മൂല്യം കണക്കാക്കൽ. വളരെ ലളിതമായ ഒരു റൂൾ ഞാൻ പറയാം. നിലവിലെ നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 15 മുതൽ 20 ഇരട്ടി വരെ ആയിരിക്കണം നിങ്ങളുടെ ഇൻഷുറൻസിന്റെ കവർ. ഒപ്പം നിങ്ങളുടെ പേരിലുള്ള ബാധ്യതകളും അതിൽ ചേർക്കണം. ഉദാഹരണത്തിന് മാസം 50,000 രൂപ, അതായത് വർഷം 6 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരാളാണെങ്കിൽ 6 ലക്ഷത്തിന്റെ 15 മടങ്ങ് 90 ലക്ഷം രൂപയാണ്. ഇതിനൊപ്പം അയാൾക്ക് ഒരു 20 ലക്ഷം രൂപയുടെ ഹോം ലോൺ കൂടി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ 90 ലക്ഷവും 20 ലക്ഷവും കൂട്ടി 1 കോടി 10 ലക്ഷം രൂപയുടെ ടേം ഇൻഷുറൻസ് ആണ് അയാൾ എടുക്കേണ്ടത്. എന്നാലേ കുടുംബം നോക്കുന്ന ആളുടെ അഭാവത്തിലും ആ കുടുംബത്തിന് പഴയതുപോലെ ലോണുകൾ അടച്ചു തീർക്കാനും ബാക്കി പണം ബാങ്കിലിട്ട് അതിലെ പലിശ കൊണ്ട് ജീവിക്കാനും സാധിക്കും. ടേം ഇൻഷുറൻസ് എടുക്കാൻ പോകും മുമ്പ് 3 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. 1. ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ 95% മുകളിലാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് 100 പേർ ക്ലെയിമിന് വന്നാൽ 95 പേർക്കെങ്കിലും പണം കൊടുക്കുന്ന കമ്പനി ആയിരിക്കണം. 2. പ്രായപരിധി. 99 വയസ്സ് വരെയോ 100 വയസ്സ് വരെയോ കവർ ചെയ്യുന്ന പോളിസികൾ ആവശ്യമില്ല. നിങ്ങളുടെ റിട്ടയർമെന്റ് പ്രായം വരെ, അതായത് ഏകദേശം 60 അല്ലെങ്കിൽ 65 വയസ്സ് വരെ മാത്രം കവർ എടുത്താൽ മതി. കാരണം ആ പ്രായത്തിന് ശേഷം നിങ്ങളുടെ പേരിൽ വലിയ സാമ്പത്തിക ബാധ്യതകളോ നിങ്ങളെ ആശ്രയിക്കുന്ന ജീവിക്കുന്നവരോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. വെറുതെ പ്രീമിയം അടച്ച് പണം കളയേണ്ടതില്ല. 3. രോഗവിവരങ്ങൾ മറച്ചു വെക്കരുത്. പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ പുകവലി പോലെയുള്ള ശീലങ്ങളോ ഉണ്ടെങ്കിൽ അത് അപേക്ഷയിൽ കൃത്യമായി പറഞ്ഞിരിക്കണം. മറച്ചു വെച്ചാൽ കുടുംബത്തിന് ക്ലെയിം കിട്ടുന്ന സമയത്ത് അത് നിരസിക്കപ്പെടാൻ കാരണമാകും.
നിക്ഷേപം വേറെ, ഇൻഷുറൻസ് വേറെ. ഇത് രണ്ടും കൂടി ഒന്നാക്കാൻ നോക്കിയാൽ കമ്പനികൾക്ക് ലാഭമുണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇന്ന് തന്നെ നിങ്ങളുടെ ഫയലുകളിൽ ഇരിക്കുന്ന ഇൻഷുറൻസ് പോളിസികൾ എടുത്ത് പരിശോധിക്കുക. നിങ്ങളുടെ വരുമാനത്തിന് അനുയോജ്യമായ കവർ അതിലുണ്ടോ എന്ന് നോക്കുക. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക. പേഴ്സണൽ ഫിനാൻസിലെ ഇത്തരം അറിവുകൾക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കുമായി ET മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.